ബംഗാളിലും ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. അതിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പാണ് ഇന്ന്. 152 മണ്ഡലങ്ങൾ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് ബംഗാളിൽ നിന്ന്, നന്ദിഗ്രാമിൽ നിന്നാണ് ശ്രീനാഥ് ചേരുന്നത്. ശ്രീനാഥ്, എന്താണ് ബംഗാളിലെ സ്ഥിതി? വലിയ സുരക്ഷാ സന്നാഹങ്ങൾ, ഒരുപക്ഷെ BJP-യും തൃണമൂൽ കോൺഗ്രസും ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ തർക്കത്തിലേർപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ആ വലിയ സുരക്ഷാ സന്നാഹങ്ങളുമായി ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എന്താണ് സാഹചര്യം? ഏതാനും മിനിറ്റുകൾക്കകം വോട്ടെടുപ്പ് തുടങ്ങുകയാണല്ലോ. തീർച്ചയായും ഞാനിപ്പോൾ ഉള്ളത് പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിലാണ്, നന്ദിഗ്രാം. നമുക്കറിയാം, കേരളത്തിൽ അടക്കം വലിയ തോതിൽ ചർച്ചയായതാണ്. CPIM ബംഗാളിൽ അവരുടെ അധികാരം നഷ്ടപ്പെടുത്തുന്നതിൽ പ്രധാനമായ ഒരു സംഭവം നടന്ന ഇടമാണ്. അവിടെ ഇപ്പോൾ നിലവിൽ BJP-യുടെ സ്ഥാനാർത്ഥിയാണ്, സുവേന്ദു അധികാരിയാണ് ഇപ്പോഴത്തെ നിലവിലെ സിറ്റിംഗ് MLA. അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ മത്സരിക്കാൻ വേണ്ടി പോകുന്നു. മാത്രമല്ല, കഴിഞ്ഞ തവണ മമതാ ബാനർജി എന്ന ശക്തിയായ നേതാവിനെ തോൽപ്പിച്ച് ഇവിടെ വിജയിച്ചു വന്നതാണ് സുവേന്ദു അധികാരി. ഇത്തവണ വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം വോട്ട് ചെയ്യാനെത്തും. അദ്ദേഹത്തിന്റെ ബൂത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ കേന്ദ്ര സേനയെ നമുക്ക് കാണാം. ഇവിടെ ഒരു പക്ഷേ ഞാൻ ഇന്നിപ്പോൾ രാവിലെ പോയ മറ്റു ബൂത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ കുറച്ച് കുറവാണ് എന്ന് തോന്നുന്നു. കാരണം 4-5 ഉദ്യോഗസ്ഥരെ കാണുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് സംഖ്യ ആളുകൾ, സുരക്ഷാ ഉദ്യോഗസ്ഥർ മറ്റു പല ബൂത്തുകളിലും ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബംഗാളിൽ മുൻപെങ്ങുമില്ലാത്ത വിധം കനത്ത സുരക്ഷയിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏതാണ്ട് 2.5 ലക്ഷത്തിലധികം കേന്ദ്ര സേനാംഗങ്ങളെ വിന്യസിച്ച് നടത്തുന്ന തെരഞ്ഞെടുപ്പാണ്. അവർ കൊണ്ടുവന്ന വാഹനങ്ങളെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നു. ആംഫീബിയസ് വെഹിക്കിൾ, പ്രത്യേക സേനാ വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ എന്താണ് യുദ്ധമാണോ നടക്കുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് ചോദിക്കുന്നു. ജനങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്നതാണ് അവരുടെ ആരോപണം. മറുവശത്ത് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഒരു ഫെയർ ആയ ഇലക്ഷൻ, ന്യായമായ ഒരു ഇലക്ഷൻ നടക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ മാത്രമായി അതിനെ കണ്ടാൽ മതി എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. ഏതായാലും കനത്ത സുരക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ 16 ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 152 മണ്ഡലങ്ങൾ, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പേർ വോട്ട് ചെയ്യാനെത്തുന്ന, ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ ജനവിധി എഴുതുന്ന ഘട്ടം ആദ്യഘട്ടം തന്നെയാണ്. കൊൽക്കത്ത അടക്കമുള്ള മേഖലകൾ 2ാം ഘട്ടത്തിലാണ് ഈ ജനവിധി തേടാൻ വേണ്ടി പോകുന്നത്. ഏതായാലും ഇനിയിപ്പോൾ അധിക സമയമില്ല. മോക്ക് പോളിംഗ് അടക്കമുള്ള നടപടിക്രമങ്ങൾ ഇതിനോടകം പൂർത്തീകരിക്കുന്നു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ വോട്ടെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നു. കുറച്ച് ആളുകളൊക്കെ ഇപ്പോൾ ഇതിനോടകം തന്നെ പുറത്ത് കാത്തിരിക്കുന്നത് കാണാം. അകത്തേക്ക് ഇപ്പോൾ പ്രവേശനം അനുവദിച്ച് തുടങ്ങുന്നതേയുള്ളൂ. ഇപ്പോൾ നേരത്തെ ഞാൻ ഇവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ 7 മണിയോടെ മാത്രമേ ഗേറ്റ് തുറക്കൂ എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. ബംഗാൾ പൊതുവെ കഴിഞ്ഞ കാലങ്ങളിൽ മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്ന സമയത്ത് പോലും പലയിടത്തും സംഘർഷങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരല്പം ജാഗ്രത അധികമായി ബംഗാളിലുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യം തന്നെയാണ്. അതിനൊത്ത സുരക്ഷയും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതുകൊണ്ട് 7 മണിയോടെ മാത്രമേ ഈ കോമ്പൗണ്ടിനകത്തേക്ക് വോട്ടർമാരെ പ്രവേശിപ്പിച്ച് തുടങ്ങൂ എന്നതാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥി, പ്രധാനപ്പെട്ട നേതാവ്, BJP-യുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവായ സുവേന്ദു അധികാരി ഇവിടെ വോട്ട് ചെയ്യാൻ എത്തുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.